ഞാൻ ഒരു നേതാക്കന്മാരുടെ പേരുകളിലേക്കില്ല. അത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ പത്രസമ്മേളനം ഒരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആളല്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും അതിനു മുൻപും ഞാനും എൻ്റെ തലമുറയും എൻ്റെ മുൻ തലമുറയും എല്ലാം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ ജനവിരുദ്ധരായ സർക്കാരുകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൻ്റെയും പ്രധാന ഉദ്ദേശം അതുതന്നെയാണ്. അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വാർത്തയ്ക്കും പ്രതികരിക്കാൻ ഞാനില്ല. അത് നേതൃത്വത്തിന് ഇത് നല്ല ബോധ്യമുള്ള ആളുകളാണ്, നല്ല കപ്പാസിറ്റി ഉള്ളതാണ് നേതൃത്വം. അത് കേരളത്തിലെ നേതൃത്വമായാലും ഹൈക്കമാൻഡ് ആയാലും ഈ വിഷയങ്ങൾക്കകത്ത് ഹൈക്കമാൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് വാർത്തകൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് നമ്മൾ വാർത്തകൾ ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ വാർത്തകൾ ആവശ്യമില്ല. ഹൈക്കമാൻഡിന് അറിയാം. ഇപ്പം എന്നെ നിയമിച്ചത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അറിയാം എത്ര കാലം ഞാൻ പ്രവർത്തിക്കണം, എത്ര കാലം ഞാൻ മാറണം. എന്നോട് മാറാൻ പറയുമ്പോൾ ഞാൻ മാറും. അതല്ലാതെ ഇവിടെ കിടന്ന് വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഒരാളിലേക്കും എൻ്റെ പത്രസമ്മേളനമോ എൻ്റെ പ്രസ്താവനയോ വിരൽ ചൂണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ മുതിർന്ന നേതാക്കന്മാർ, പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ. പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു. ഞാൻ പറയാമല്ലോ, 10 വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞു. ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പറ. ആ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണം. അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും അത് ബാധകമാണ്.